ഈ തണ്ണിമത്തനൊക്കെ കട ഉണങ്ങിയിട്ട് പഴുത്തു. തണ്ണിമത്തനൊക്കെ മൂക്കേണ്ട പ്രായമായി, പക്ഷെ വെള്ളമില്ലാണ്ടൊക്കെ നടു പൊളിഞ്ഞ് തവിട് പിടിക്കണ്ട. ഈ കടയൊക്കെ ശരിക്കും പോയി. ഈ വെള്ളം ഒഴിച്ച് കൊടുത്താലും. എല്ലാ ഗഡീസുകൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തണ്ണിമത്തൻ കൃഷി തവിട് പൊടി പീസായിട്ടാണ്. കാരണം നമ്മളന്ന് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാലേ, ആ വെള്ളം നമുക്ക് പകുതിയിൽ വറ്റി. പിന്നെ ഈ കേരളത്തിൽ കണ്ടില്ല ഭയങ്കര ചൂട് ഉഷ്ണതരംഗമൊക്കെയാണ്. അപ്പോൾ ആ കിണർ ഏകദേശമൊക്കെ വറ്റി. ഇപ്പോൾ 2-3 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് തന്നെ. കുറച്ചാണെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾ നല്ല രീതിയിൽ തണ്ണിമത്തനൊക്കെ ഉണ്ടായി. ഇപ്പം ചൂടായിട്ട് കുറേ കൊഴിഞ്ഞു പോയി. ഇന്നാൾ 2 മണം കൊഴിഞ്ഞിട്ട് നമ്മൾ മിന്നൂസ് എടുത്ത് മുറിച്ച് കഴിക്കലൊക്കെ ഉണ്ടായി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വിളവെടുക്കേണ്ട സമയമായി. പക്ഷേ ചൂട് കാരണം വെള്ളം ഒഴിക്കാൻ പറ്റാണ്ട് തണ്ണിമത്തനൊക്കെ നാശമായി പോയിട്ടാണ്. പിന്നെ കട ഉണങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ്. കാരണം ഇനി വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം തണ്ണിമത്തൻ തൈയൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങി, വാടി തവിട് കൂടി. അപ്പം ഇനി ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച് ചെയ്തതാണ്. പക്ഷെ അത് ഇങ്ങനെ വിജയിച്ചു. പക്ഷെ വിളവെടുക്കാൻ പറ്റിയില്ല. കാരണം നിറച്ച് തണ്ണിമത്തനുണ്ടായി, കായ മൂത്ത് തുടങ്ങി. വെള്ളമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. വെള്ളമുള്ള സ്ഥലം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മൾ വീണ്ടും ഇതുമായിട്ടുള്ള ഓരോ കൃഷികൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളമില്ല ഇവിടെ. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഇപ്പോൾ നെൽകൃഷി ആരംഭിക്കാൻ 2 മാസം സമയമുണ്ട്. അപ്പോൾ അതുവരെ ഇനി ഫ്രീ ആയിട്ട് കിടക്കുക. അപ്പോൾ ഈ കരിഞ്ഞു തുടങ്ങിയ തണ്ണിമത്തനൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊന്നും നമ്മൾ തോൽക്കണ കേസില്ല. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മീൻ കൃഷി ചെയ്യണമൊക്കെ, മീൻ കൃഷി ഇനിയിപ്പോൾ വിളവെടുപ്പാണ് പറയും. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇനി മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നെൽകൃഷി വീണ്ടും ആരംഭിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ തണ്ണിമത്തൻ കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ജനുവരിയിലൊക്കെ നമ്മുടെ കൊയ്ത്ത് കഴിയും. കൊയ്ത്ത് കഴിയുന്നതോട് കൂടിയിട്ടാണ് തണ്ണിമത്തൻ കൃഷി നമ്മൾ ചെയ്യും. പിന്നെ പയർ, ഹൈബ്രിഡ് പയർ കുഴപ്പമില്ല കേട്ടോ. അടിപൊളി പയർ നമ്മൾ കറി വയ്ക്കാനൊക്കെ കിട്ടി. പക്ഷെ അതും ഉണങ്ങിപ്പോയി വെയിൽ കാരണം, ചൂട് കാരണം. അപ്പോൾ എന്താ സംഭവിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നും കൂടി നല്ല രീതിയിൽ ഹൈബ്രിഡ് പയർ നമ്മൾ 2-3 എണ്ണത്തിൽ നടും. ഇത്തിരി അധികം നടും നമ്മൾ. ഇപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്ര ചെയ്തത്. പക്ഷെ തണ്ണിമത്തൻ്റെ നമ്മൾ വെള്ളം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. വെള്ളം ഇനിയിപ്പോൾ ഈ കണ്ടത്തിലൊന്നും ചെയ്യില്ല, വേറെ വല്ല സ്ഥലത്തേ ചെയ്യുള്ളൂ വെള്ളമുള്ളതനുസരിച്ച്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാട്ടാ. അപ്പോൾ കൃഷി തവിട് പൊടി തൂളായി, അതാണ് സംഭവം പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇലകളൊക്കെ കണ്ടോ നല്ല രീതിയിൽ വാടി തവിട് പൊടി. കുറേ തണ്ണിമത്തൻ അടിപൊളിഞ്ഞു പോയി കേടാ. അപ്പോൾ നോക്കിയേ, എല്ലാ ഇലകളും വാടി വെള്ളമില്ലാണ്ട് ഈ തണ്ണിമത്തനൊക്കെ നടുപൊളിഞ്ഞു കണ്ട. തണ്ണിമത്തനൊക്കെ മൂക്കേണ്ട പ്രായമായി, പക്ഷെ വെള്ളമില്ലാണ്ടൊക്കെ നടുപൊളിഞ്ഞ് തവിട് പിടിക്കണ്ട. ഇത് പിന്നെ കുറേ എണ്ണം അവിടെ ഇടിയൊക്കെ നിൽക്കേണ്ടത് മാതിരി കണ്ട. നമ്മുടെ കായകൾ കിടക്കണണ്ട തണ്ണിമത്തൻ്റെ. ഇതിലൊക്കെ കായുണ്ട് കേട്ടോ. ആ കായകളൊക്കെ വാടൽ മാത്രമല്ല, ഇലകളൊക്കെ കട ഉണങ്ങി, ചിലത് നാശമായി. പിന്നെ ആ ഡ്രമ്മിരിക്കേണ്ട അവിടെ മാത്രം നനവുള്ള കാരണം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പഴുത്ത് പോയി. ഇത് കാണിച്ചു തരാം കേട്ടോ. ഈ തണ്ണിമത്തനൊക്കെ കട ഉണങ്ങിയിട്ട് പഴുത്തു. പഴുത്ത അകത്തവിട് പിടി ഇവിടെ കിടക്കണമൊക്കെ ഇതേമാതിരി ചൂട് കാരണം ഒക്കെ പഴുത്തു. മൂത്തിട്ട് പഴുത്തല്ല, വാടി പഴുക്കാന്ന് പറയില്ലേ, അതാണ് സംഭവം. ചിലതിന്മ പാകപ്പാടെ പ്രതീക്ഷ ഉള്ളത് ഈ ഭാഗത്തൊക്കെ അത് നാശമായി. ആകെ ഒക്കെ കട ഉണങ്ങി. ഇവിടെ നിന്ന് അങ്കളാണ് വലിയ കലാപിലാണ് നിൽക്കണല്ലോ. കണ്ട ഈ തണ്ണിമത്തനൊക്കെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. എന്താ ഇതൊക്കെ കിട്ടാൻ വഴിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ മോട്ടടിച്ച് മറ്റേ വെള്ളം പിടിക്കുമ്പോൾ ഞാൻ കുറേശ്ശെ നനച്ചു കൊടുക്കാറുണ്ട്. കണ്ട ഇവിടെ പുല്ല് കണ്ട, ഇവിടെ മാത്രമാണ് നമ്മൾ പ്രതീക്ഷ ഉള്ളത് ഉണ്ടാവുന്നത്. അതിനുള്ളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ തണ്ണിമത്തനാണ്. ഇതിപ്പോൾ ഒരു 3 തരം തണ്ണിമത്തൻ നട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാം കിട്ടുന്നൊന്നുമില്ല, കുറേ വാടിപ്പോയി. ഇവിടെ നിന്ന് നോക്കും വേണ്ട, ഇതൊക്കെ വാടിക്കെടുക്കണം കേട്ടാ. സംഭവമൊക്കെ ഏകദേശമൊക്കെ പോയി. ഇതൊക്കെ വേണ്ട ഈ തണ്ണിമത്തൻ ഒക്കെ കായകൾ ഒക്കെ വലിപ്പം വയ്ക്കേണ്ട സമയം കഴിഞ്ഞു. അത് വളർട്ട് കൊടുക്കേണ്ടതല്ല, വെള്ളമില്ലാണ്ട് എല്ലാ കടകളും പോയി. ഈ കടയൊക്കെ ശരിക്കും പോയി.
ഉണ്ടാ ഈ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഈ മഴ നല്ല രീതിയിൽ പെയ്യാണെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് കടകൾ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഇവിടെയൊക്കെ തണ്ണിമത്തൻ ഉണ്ടായിടുക. ഇതൊക്കെ ഉണ്ടോ വെള്ളമില്ലാണ്ടൊക്കെ വാടി ഈ കായ കണ്ട, ഇതൊക്കെ വാടിക്ക, ഇതൊക്കെ വാടിക്ക വലുത് ഇതൊക്കെ. ഇതൊക്കെ നല്ല ഇനം തണ്ണിമത്തനാണ് കേട്ടോ. ഇത് നമ്മൾ കിരൺ എന്നൊക്കെ പറയുന്ന സാധനമാണ്. മറ്റേ നേരത്തെ മുന്നേ കാണിച്ചാണ് ഷോമിനോ എന്ന് പറഞ്ഞ തണ്ണിമത്തൻ. ഇത് വേറെ ഒരു ഇനാണ് കേട്ടോ. കണ്ടാ ഇതിൻ്റെ കടയൊക്കെ വാടി. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ അവസ്ഥ. ഉഷ്ണതരംഗം ശരിക്കും ബാധിച്ചു. വെള്ളമില്ല, ഒന്നുമില്ല. സംഭവം പണിയെടുത്ത് നമ്മൾ വെറുതെ എന്ന് പറയാം. പിന്നെ നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇത്രയധികം തണ്ണിമത്തൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കുറേ തണ്ണിമത്തൻ ഉണ്ടായി, കുറേ തണ്ണിമത്തൻ ഉണ്ടായി, കുറേ പൂവുണ്ടായി, കായ ഉണ്ടായി. കായ കൊഴിഞ്ഞു പോയത് വെയിൽ കാരണം. അപ്പോൾ നമുക്ക് സങ്കടമുണ്ട്, എന്നാലും നമുക്ക് ഉണ്ടായില്ലോ. നമുക്കൊന്ന് കഴിക്കാൻ അങ്ങനെ കിട്ടിയില്ലെങ്കിലും സംഭവം ഉണ്ടാവുമെന്ന് ഉറപ്പായി. വെള്ളമുള്ളിടത്ത് നമുക്ക് ഈ സാധനം ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടാ. നമുക്കിത് ഇപ്പം കിട്ടിയാണ് ഈ സാധനം. ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി കണ്ട വാടിയിട്ട് കണ്ട, വാടി ചൂട് കാരണം തണ്ട് പൊട്ടിക്കുക കണ്ട, ഇവിടെ ചൂട് കാരണം. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, ഇത് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് മച്ചന്മാരെ നമ്മുടെ തണ്ണിമത്തൻ്റെ അവസ്ഥ. തണ്ണിമത്തൻ്റെ മാത്രമല്ല, മനുഷ്യരുടെ അവസ്ഥ ഇപ്പം മോശമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് കാരണം, ഉഷ്ണതരംഗമൊക്കെ കാരണം. അപ്പോൾ തണ്ണിമത്തൻ്റെ കേസൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ചങ്ങോട്ട് തണ്ണിമത്തങ്ങോട്ട് അവസാനിപ്പിക്കണം. കാരണം വേറെ ഒന്നല്ല, ഇനിയിപ്പോൾ മൂക്കണത് മൂക്കട്ടെ വാങ്ങിക്കാം, വാടിപ്പോണത് വാടിപ്പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ കിട്ടണത് നമ്മുടെ മിന്നൂസിന് കൊടുക്കാം. മിന്നൂസ് കഴിക്കട്ടെ, കിട്ടാത്തത് പിന്നെ ഇവിടെ എടുക്കട്ടെ അങ്ങനെ. അപ്പോൾ വെള്ളമില്ലാത്ത കാരണം ഇനി ഇവിടെ വെച്ച് നിർത്താം. വെള്ളം ഇല്ലാണ്ട് ഇനി കാര്യമില്ല, മുന്നോട്ട് പോവില്ല. അപ്പോൾ വിഷമമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക. പക്ഷെ നമുക്ക് അടുത്ത സീസണിൽ നമുക്ക് ഇതിനും ഗംഭീരമായിട്ട് പടയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താം കേട്ടോ. സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.